സംസ്കൃതം. ഓ, കുറുനാട്ടുകര അവിടെ വെച്ച്. ആ, നമ്മുടെ നാരായണ നമ്പൂരി മാഷും ഫ്രാൻസിസും ഒക്കെ ഉണ്ടായിരുന്നു. ഓ, ശരി ശരി ശരി. അവരൊക്കെ അവിടെ പഠിച്ചവരാണല്ലോ. ഫ്രാൻസിസ് സാർ അവിടെ ആണോ പഠിച്ചത്? അതെ അതെ. അന്ന് പാവറട്ടിയിലായിരുന്നു. പാവറട്ടിയിൽ പിന്നെ ഇങ്ങോട്ട് മാറ്റി. അവരുടെ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇപ്പോഴും പാവറട്ടി ചെറിയ കേന്ദ്രമുണ്ട്. ബാക്കി മുഴുവൻ ഇവിടെയാണ്. ഇവിടെ എന്താണ് പ്രീ ഡിഗ്രി, അതായത് പ്രാക് ശാസ്ത്രി ഡിഗ്രി, പിന്നെ ശിക്ഷാശാസ്ത്രി BEd, പിന്നെ ആചാര്യ MA, പിന്നെ PhD, ഇത്രയും ഇവിടെയുണ്ട്. ഓ, ശരി. അത് കേരളം മാത്രമല്ല, കേരളം വിട്ടും കുട്ടികളുണ്ട്. ഞങ്ങൾ 400 കുട്ടികളുണ്ട്. ഓ, ശരി. 400 ഏക്കർ വലിയ സ്ഥലം മുഴുവൻ ഇതാ യൂണിവേഴ്സിറ്റിയാണ്. നല്ല ഏരിയ, ഗംഭീര ലൈബ്രറി ഒക്കെ ആയിട്ട്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലേ, അതിന്റെ വികസനം എല്ലാം ഇവിടെ വരും. അതിന്റെ നോംസ് അനുസരിച്ചിട്ടുള്ള സ്ഥലം അനുസരിച്ചുള്ള എല്ലാം വേണം. അതെ, സംസ്കൃതം മാത്രമേ ഉള്ളൂന്നുള്ളൂ. ഈ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അഡ്വാൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് പേര് കൊടുത്തത്. ഭാവിയിൽ നല്ല എക്സ്പാൻഷനുള്ള ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളാ, ധാരാളം ബിൽഡിങ്ങുകളാ, ക്ലാസ് റൂമുകള്, ബിൽഡിങ്ങുകളെല്ലാം ഇഷ്ടം പോലെ. ഗസ്റ്റ് ഹൗസുകള്, താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം, കുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ കേരളത്തിന്റെ പുറത്തുനിന്നുള്ള കുട്ടികൾ ധാരാളം ഉണ്ട്. നല്ല സെന്ററാണ്. കേന്ദ്രത്തിന്റെ അതെ 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 റെക്കഗ്നേഷൻ വന്നു. വളരെ വളരെ സന്തോഷം, വളരെ അഭിമാനകരമായിട്ടുള്ള. അതെ അതെ അതെ. അങ്ങനെ ഒന്ന് കേരളത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിന്റെ സന്തോഷം നമുക്ക്. അതെ, ഇപ്പോഴല്ലേ നമ്മൾ അറിയാൻ പറ്റാതെ. ഇത്രയും വലിയ സെൻട്രൽ ഗവൺമെന്റ് കേൾക്കുമ്പോ ഒരു ഭയങ്കര സന്തോഷം. അതെ 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 അതെ. റെക്കോർഡിംഗ് തുടങ്ങി സാറേ. ഇരുപത് ശ്ലോകം വരെ അല്ലേ എടുത്തേ? 9-ാം സ്കന്ധം 6-ാം. ഇല്ല, 18 വരെ എടുത്തത്. ഇനി 19-ാമത്തേത് ആണോ എടുക്കട്ടെ? 18 വരെ. 18 വരെ. നവമസ്കന്ധം അധ്യായം 6, ശ്ലോകം 18. ഇല്ല, 18 ഇനി 19. ഇനി 19. നവമസ്കന്ധം അധ്യായം 6, ശ്ലോകം 19. രാജപരമ്പരകളുടെ കഥ വർണ്ണിച്ചുകൊണ്ട് വരുന്ന സന്ദർഭമാണ് ഇവിടെയും. ജിത്വാ പുരം ധനം സർവം സശ്രീകം വജ്രബാണയെ പ്രത്യേച്ഛരാജർഷിരിതി നാമഭിരാഹൃതാം. ജിത്വാ പുരം ധനം സർവം, ആ പുരത്തെയും ധനത്തെയും എല്ലാത്തിനെയും ജയിച്ചിട്ട്, സശ്രീകം, ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന, ശ്രീയോടുകൂടിയിരിക്കുന്ന ആ പുരത്തെയും അവരുടെ ധനത്തെയും എല്ലാം ജയിച്ചിട്ട്, സർവം ജിത്വ വജ്രപാണയെ പ്രത്യേകിച്ച് ഇന്ദ്രന് തിരിച്ചുവിട്ടു. വജ്രപാണി ഇന്ദ്രൻ, വജ്രപാണയെ ഇന്ദ്രനായിക്കൊണ്ട്, ഇന്ദ്രനായിക്കൊണ്ട് പ്രത്യക്ഷ മടക്കി കൊടുത്തു, തിരിച്ചു കൊടുത്തു. രാജർഷി, ആ രാജർഷി, ഇതി നാമഭി, അത് കാരണമായിട്ട് ഈ നാമധേയങ്ങളാൽ ആഹൃത, വിളിക്കപ്പെട്ടു. പുരത്തെ ജയിച്ചത് കൊണ്ട് പുരഞ്ജയൻ എന്നും,
ഇന്ദ്രനാകുന്ന വാഹനത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ദ്രവാഹനെന്നും വൃഷഭത്തിന്റെ കകുത്തിൽ ഉപ്പൂണിയിൽ കാളയുടെ ഉപ്പൂണിയിൽ ഇരുന്നത് കൊണ്ട് കകുൽസ്ഥനും എന്നുള്ള പേരുകൾ ആ രാജാവിനുണ്ടായി. അപ്പൊ ഈ 3 പേരിലാണ് ആ രാജാവ് അറിയപ്പെടുന്നത്. ഒന്ന് പുരഞ്ജയൻ, പിന്നൊന്ന് ഇന്ദ്രവാഹൻ, പിന്നൊന്ന് കകുൽസ്ഥൻ. അതിൽ നമുക്ക് പേര് പരിചിതമായി വന്ന് കകുൽസ്ഥന്റെ പേരാണ്. അത് കാളയുടെ ഉപ്പൂണിയിൽ ഇരുന്ന് യുദ്ധം ചെയ്തുകൊണ്ട് കിട്ടിയ പേരാണ് കകുൽസ്ഥൻ എന്ന്. സാറേ 20 വരെ എടുത്തായിരുന്നു. 20 വരെ എടുത്തെടുത്തു. അത് എനിക്ക് തോന്നി അത്ര എടുത്താ ഇനി 21 എടുക്കണ്ടേ? 20 വരെ എടുത്തെടുത്തു. ഇനി 21 എടുക്കണം എനിക്ക് തോന്നിയത്. അതെ ഇനി 21. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 3 പേരുകൾ ഉണ്ടായി എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. പുരഞ്ജേഷ്യപുത്രോ അഭൂത് അനേനാസ്തത്സുതപ്രഭോ വിശ്വരന്ധിസ്തതശ്ചന്ദ്രോ യുവനാശ്വസ്തത്സുത. പുരഞ്ജയന്റെ പുത്രൻ അനേനഫ്, അവന്റെ പുത്രൻ പൃഥു, അവന്റെ പുത്രൻ വിശ്വരന്തി, അവന്റെ പുത്രൻ ചന്ദ്രൻ, അവന്റെ പുത്രൻ യുവനാശ്വൻ എന്നിങ്ങനെ ആ ഒരു രാജപരമ്പരയുടെ പേരുകൾ പറഞ്ഞു വെച്ചു. ശാപസ്തത്സുതോ യേന ശാപസ്തീ നിർമ്മമേ പുരീ ബൃഹദശ്വസ്തു കുവലയാശ്വക. ശാപസ്തഃ തത്സുതഃ അവന്റെ പുത്രൻ, യുവനാശ്വന്റെ പുത്രൻ ശാപസ്തൻ. ശാപസ്തഃ തത്സുതോ ശാപസ്തത്സുതോ ഏന ശാപസ്തി നിർമ്മിമേ പുരി. അതുകൊണ്ട് തന്നെ യാതൊരുവനാൽ ശാപസ്തി എന്ന പുരി ഉണ്ടാക്കി. ശാപസ്തൻ എന്ന രാജാവിനാൽ ഉണ്ടാക്കപ്പെട്ടത് കൊണ്ട് ആ പട്ടണത്തിന് ശാപസ്തി എന്ന് പേരായി. ബൃഹദശ്വസ്തു ശാപസ്തി തതഃ കുവലയാശ്വക. ശാപസ്തപുത്രൻ ബൃഹദശ്വൻ, അവന്റെ പുത്രൻ കുവലയാശ്വകൻ. അല്ലെ, വെളിയുള്ള പേരുകൾ നോക്കി വരുമ്പോ എന്താണ്? കകുൽസ്ഥൻ, യുവനാശ്വൻ, യുവനാശ്വന്റെ പുത്രൻ ശാപസ്തൻ, ശാപസ്തന്റെ പുത്രൻ ബൃഹദശ്വൻ, അവന്റെ പുത്രൻ കുവലയാശ്വകൻ. വെറുതെ പേര് മാത്രമേ ഉള്ളൂ. ഇതിൽ പലതും നമുക്ക് ഇനി അങ്ങോട്ട് പ്രസക്തി ഇല്ലാത്ത പേരുകളാ, പിന്നെ വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതി. ശാപസ്തത്സുതോ യേന ശാപസ്തി നിർമ്മമേ പുരീ ബൃഹദശ്വസ്തു ശാപസ്തകുവലയാശ്വകാം. ശാപസ്തത്സുതോ യേന ശാപസ്തി നിർമ്മമേ പുരീ ബൃഹദശ്വസ്തു ശാപസ്തി തതഃ കുവലയാശ്വകാം. യപ്രിയാർത്ഥമുതംഗസ്യ ധുന്ധുനാമാസുരം ബലീം സുതാനാമേകവിംശത്യാ സഹസ്രൈഹനദുരതാം. യാതൊരുവനാണോ പ്രിയാർത്ഥം ഉതംഗസ്യ, ഉതങ്കന്റെ പ്രിയത്തിനായിക്കൊണ്ട് ധുന്ധുനാമാസുരം, ധുന്ധു എന്നുള്ള പേരുള്ള അസുരന് ബലിഷ്ഠനായ യാതൊരുവനാണോ കുവലയാശ്വകൻ. ധുന്ധുനാമൻ എന്നു പേരുള്ള അസുരന് സുതാനാം ഏകവിംശത്യാ സഹസ്രൈഹി അഹനദ്വത. 21,000 പേരാൽ സുതാനാം പുത്രന്മാരുടെ ഏകവിംശതി 21. സുതാനാം ഏകവിംശത്യാ സഹസ്രൈഹി, ഏകവിംശതി സഹസ്രം 21,000. അപ്പൊ കുവലയാശ്വകന് ധുന്ധുമാരെന്നൊരു പേര് പിന്നീട് ഉണ്ടായിരുന്നു പറയാൻ പോവാണ്. അതിന്റെ കാരണമാണ് മഹാബലനായ കുവലയാശ്വകൻ തന്റെ 21,000 പുത്രന്മാരുമായി ഒന്നിച്ചെന്ന് ഉദംഗ മഹർഷിയുടെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി ധുന്ധു എന്നു പേരുള്ള അസുരനെ കൊന്നവൻ. ധുന്ധുവിനെ മരിപ്പിച്ചതുകൊണ്ട് ധുന്ധുമാരി എന്നു പേരായി. അങ്ങനെ ഒരു പേരും കൂടി യുവനാശ്വന് കിട്ടി. യപ്രിയാർത്ഥമുതംഗസ്യ ധുന്ധുനാമാസുരം ബലീ സുതാനാമേകവിംശത്യാ സഹസ്രൈരഹനദുരത. യപ്രിയാർത്ഥമുതംഗസ്യ ധുന്ധുനാമാസുരം ബലീ സുതാനാമേകവിംശത്യാ സഹസ്രൈരഹനദുരത. ധുന്ധുമാരൈതിഖ്യാത തത്സുതാസ്തേ തജ്ജ്വലു ധുന്ധോർമുഖാഗ്നിനാ സർവേ ത്രയേവാവശേഷിതാഃ.
തുന്തുമാരെ ഇത് ഖ്യാത. അപ്പം മുതൽ കോലയാശ്വന് തുന്തുമാരൻ എന്ന വിശ്രുതനായ പേര് കിട്ടി. ഇത് ഖ്യാത തത്സുതാഹ, അവന്റെ പുത്രന്മാർ തേജ ജജ്വലു, അവർ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നവരായി. ജജ്വലുഹു, ജാജ്വല്യമാരന്മാരായി. തുന്തുമാരന്റെ പുത്രന്മാർ ജജ്വലുഹു എന്താണ് ജ്വലിച്ചു നിന്ന തുന്ധോഹും മുഖാഗ്നിന, തുന്ധുവിന്റെ മുഖത്തു നിന്നും വന്ന തീയിലവർ കത്തി ജ്വലിച്ചു. സർവേ ത്രയവാവശ്യത, 3 വിഭാഗമാക്കിയുണ്ടായി. 21,000 പുത്രന്മാരും കൂടി ചേർന്നാണ് ധുന്ധുവിനെ കൊന്നത്. അപ്പൊ ആ ധുന്ധുവിന്റെ മുഖത്തു നിന്നും പുറപ്പെട്ട അഗ്നിയില് ഈ പുത്രന്മാരൊക്കെ എന്താണ് കത്തി അമർന്നത്. 3 പേര് മാത്രം ആവശ്യം. ധുന്ധുമാരെ ഇതിഖ്യാതസ്തത്സുതാസ്തേജജ്വലു ധുന്ധോർമുഖാഗ്നിനാ സർവേ ത്രയേവ അവശേഷിത. ധുന്ധുമാരെ ഇതിഖ്യാതസ്തത്സുതാസ്തേജജ്വലു ധുന്ധോർമുഖാഗ്നിനാ സർവേ ത്രയേവ അവശേഷിത. ദൃഢാശ്വക്കഭിരാശ്വശ്ചാഭദ്രാശ്വ ഇതി ഭാരതാം ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭസ്തൽസുതസ്മൃതാം. അവശേഷിച്ച 3 പേരുടെ പേര് ദൃഢാശ്വൻ, കപിലാശ്വൻ, ഭദ്രാശ്വൻ എന്ന് 3 പേരാണ്. ഇതി എന്നിങ്ങനെ ഹേ ഭാരത രാജാവിനെ വിളിച്ചതാണ്. ദൃഢാശ്വപുത്രോ ഹര്യശ്വോ, അതിലെ ദൃഢാശ്വന്റെ പുത്രൻ ഹര്യശ്വ എന്നു പേരുള്ളവനാണ്. നികുംഭ തത്സുതസ്മൃത, ഹര്യശ്വന്റെ പുത്രൻ നികുംഭനാണെന്നും ഓർമ്മിക്കേണ്ടതാണ്. ദൃഢാശ്വ കപിലാശ്വശ്ചാഭദ്രാശ്വ ഇതി ഭാരതാം ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭസ്തത്സുതസ്മൃതാം. ദൃഢാശ്വ കപിലാശ്വശ്ചാഭദ്രാശ്വ ഇതി ഭാരതാം ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭസ്തത്സുതസ്മൃതാം. ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോധസ്യ സേനജിത് യുവനാശ്വോ ഭവത്തസ്യ കോനപത്യോ വനം ഗതാം. ഭാര്യാശതേന നിർവണ്ണ ഋഷയോസ്യ കൃപാലവാം ഇഷ്ടിം സ്മ വർത്തയാം ചക്രു ഐന്ദ്രീം തേ സമാഹിതാഹം. ബർഹണാശ്വോ നികുംഭസ്യ, മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ നികുംഭന്റെ പുത്രൻ ബർഹണാശ്വൻ. കൃശാശ്വോ അസ്യ അഥാസ്യ സേനജിത്, നികുംഭന്റെ പുത്രൻ ബർഹണൻ, അവന്റെ പുത്രൻ കൃശാശ്വൻ, അവന്റെ പുത്രൻ സേനജിത്ത്. ബർഹണാശ്വു നികുംഭസ്യ കൃശാശ്വു അഥാസ്യ സേനജിത്ത്. കൃശാശ്വൻ അവന്റെ പുത്രൻ സേനജിത്ത്. യുവനാശ്വോ ഭവത്തസ്യാം ഭോനപത്യോ വനം ഗതാം. ഇനി അവരിലെ അവന്റെ പുത്രനായ യുവനാശ്വൻ അഭവത്തസ്യ ഹോ അനപത്യോ വനം ഗത, അവൻ അനപത്യനായിട്ട് വനത്തിലേക്ക് പോയി. ഭാര്യാശതേന നിർവണ്ണ, 100 ഭാര്യമാരുണ്ടായിട്ടും ഭാര്യാശതേന നിർവണ്ണ, 100 ഭാര്യമാരോടുകൂടി ജീവിച്ചിട്ടും ദുഃഖിതനായി. എന്താ കാരണം? അനപത്യത കാരണം. ഋഷയ അസ്യ കൃപാലവ, ഋഷിമാർക്ക് അവനോട് കാരുണ്യം തോന്നി. ഋഷയോ അസ്യ കൃപാലവ, കൃപാലു ശബ്ദത്തിന്റെ ബഹുജനമാണ് കൃപാലവ. ഗുരുഹു ഗുരു ഗുരവഹ പോലെ. കൃശാശ്വോ അഥ അസ്യ സേനജിത് യുവനാശ്വോ ഭവത്തസ്യ സോ അനപത്യോ വനംഗത ഭാര്യാസതേന നിർവണ്ണ ഋഷയോ അസ്യ കൃപാലവ ഇഷ്ടിം സ്മ വർത്തയം ചക്രു. ആ ഋഷിമാർ അവനെ കൊണ്ട് യാഗം ചെയ്യിച്ചു. ഐന്ദ്രീം തേ സുസമാഹിത, ഇന്ദ്രനെ സംബന്ധിക്കുന്ന യാഗമാണ്. സന്താനം ഉണ്ടാകാൻ വേണ്ടി ഇന്ദ്രസംബന്ധിയായ ഒരു യാഗം. ഇഷ്ടിം സ്മ വർത്തയം ചക്രു, ഇഷ്ടിൻ യാഗം വർത്തയം ചക്രുഹു ചെയ്തു. ഐന്ദ്രീം, ഇന്ദ്രനെ സംബന്ധിക്കുന്ന ഇഷ്ടി. ഐന്ദ്രീം ഇഷ്ടിൻ വർത്തയം ചക്രുഹു സ്മ, ഇന്ദ്രസംബന്ധിയായ ഒരു യാഗത്തെ ചെയ്തു. തേ സുസമാഹിത, അവർ ഉറപ്പിച്ച മനസ്സോടുകൂടിയവരായിട്ട് യാഗം ചെയ്തു. ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോ അഥാസ്യ സേനജിത് യുവനാശ്വോ ഭവത്തസ്യ സോ അനപത്യോ വനം ഗതാം. ഭാര്യാശതേന നിർവണ്ണ ഋഷയോസ്യ കൃപാലവാം ഇഷ്ടിം സ്മ വർത്തയം ചക്രു ഐന്ദ്രിം തേ സുസമാഹിതാ.
ഭാര്യാശതേന നിർവൃണ്ണാം ഋഷയോശ്ച കൃപാലവാം ഇഷ്ടിം സ്മവർത്തയം ചക്രുഹു ഐന്ദ്രിം തേ സമാഹിതാ. രാജാ തദ്യജ്ഞപദനം പ്രവിഷ്ടോ നിശിതർഷിതഃ ദൃഷ്ട്വാ ശയാനാൻ വിപ്രാംസ്താൻ പവൗ മന്ത്രജലം സ്വയം. രാജാവാകട്ടെ യുവനാശൻ എന്ന രാജാവിനാണ് 100 ഭാര്യമാരുണ്ടായിട്ടും സന്താനം ഉണ്ടായില്ല. ഇന്ദ്രസംബന്ധിയായ ഒരു യാഗം അതിനുവേണ്ടി ഋഷിമാർ അവനെ കൊണ്ട് ചെയ്യിച്ചു. യാഗത്തിനിടയ്ക്ക് ഒരു ദിവസം രാജാവ് തത് യജ്ഞസദനം പ്രവിഷ്ട, ആ യജ്ഞഗൃഹത്തിലേക്ക് എത്തിയിട്ട് നിശി രാത്രിയിൽ തർഷിത ദാഹിക്കുന്നവനായിരുന്നു. വളരെയധികം ദാഹിച്ചു വലഞ്ഞ് അദ്ദേഹം ആ യജ്ഞശാലയിലെത്തി. ദൃഷ്ട്വാ ശയാനാൻ വിപ്രാൻ, കുറെ ബ്രാഹ്മണർ അവിടെ കിടന്ന് ഓർങ്ങുന്നുണ്ട്. താൻ അവരെ പവവും മന്ത്രജലം സ്വയം, അവരുടെ അടുക്കൽ മന്ത്രം ചൊല്ലി പൂജിച്ച് ശുദ്ധമാക്കി വീഴ്ചുന്ന വെള്ളം ഉണ്ടായിരുന്നു. അത് രാജാവ് എടുത്തു. പപവും കുടിച്ചു. മന്ത്രജലം സ്വയം, ആരും പറഞ്ഞിട്ടില്ല, ദാഹിച്ചിട്ട. ശയനാൻ ദൃഷ്ട്വ, അവിടെ കിടന്നുറങ്ങുന്നവരായ ബ്രാഹ്മണരെ കണ്ടിട്ട് മന്ത്രം ജപിച്ചതായ ആ ജലം അവർ തന്നെത്താൻ പാനം ചെയ്തു. ഈ യുവനാശ്വന് ഒരു ദിവസം വൈകിട്ട് രാത്രി ദാഹം സഹിക്കാതായപ്പോൾ യാഗശാലയിൽ പ്രവേശിച്ച് ബ്രാഹ്മണരൊക്കെ ഉറങ്ങുന്ന കണ്ടപ്പോൾ അവരോട് ചോദിക്കാതെ അവരുടെ അടുത്ത് വെച്ചിരുന്ന പാത്രത്തിലെ വെള്ളം ഇട്ട് കുടിച്ചു. ആ ജലം രാജാവിന്റെ പത്നിക്ക് സന്താനം ഉണ്ടാകണമെന്ന സങ്കല്പത്തോട് ബ്രാഹ്മണർ മന്ത്രപൂർവ്വം ജപിച്ച് അഭിനന്ദിച്ച് വെച്ചതായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷെ പത്നിക്ക് പുത്രൻ ഉണ്ടാവണം എന്ന് കരുതി പത്നിക്ക് കൊടുക്കാൻ വേണ്ടി ഇവരെ ഇത്രയും ദിവസത്തെ യജ്ഞത്തിന്റെ പരിണതഫലമായി സൂക്ഷിച്ച് മന്ത്രം ജപിച്ചു വെച്ചിരുന്ന വെള്ളമായിരുന്നു അത്. രാജാ തദ്യജ്ഞപദനം പ്രവിഷ്ടോദിശിദർശിതാം ദൃഷ്ട്വാ ശയാനാൻ വിപ്രാംസ്താൻ പവൗ മന്ത്രജലം സ്വയം. രാജാ തദ്യജ്ഞപദനം പ്രവിഷ്ടോ നിശിദർശിതാം ദൃഷ്ട്വാ ശയാനാൻ വിപ്രാംസ്താൻ പവൗ മന്ത്രജലം സ്വയം. ബുദ്ധിദാസ്തേ നിശമ്യാഥഭ്യുദകം കലശം പ്രഭോ പപ്രച്ഛുക്രസ്യ കർമ്മേദം പീതം പുംസവനം ജലം. ബുദ്ധിദാഹാത്തെ, ഉണർന്നവരായ അവരെ നിശാമ്യ അഥ കേട്ടിട്ട് അഥാനന്തരം ഉയുദകം, വി ഉദകം വെള്ളമില്ലാത്ത, വി ഉദകം ഉദകം കലശം വെള്ളമില്ലാത്ത കുടം പാത്രത്തെ പ്രഭു കണ്ടിട്ട് പപ്രച്ഛുഹു ചോദിച്ചു, കസ്യ കർമ്മേദം, ഇതാരുടെ കർമ്മമാണ്? പീതം പുംസവനം ജലം, പുരുഷനുണ്ടാകാൻ വേണ്ടി പുംസവനത്തിന് വേണ്ടി കരുതി വെച്ച് ജപിച്ചു വെച്ച് ഈ വെള്ളം ആരാണ് കുടിച്ചത് എന്ന് ആ വിപ്രന്മാർ ഉണർന്നെഴുന്നേറ്റ് ചോദിച്ചു. കാരണം ബ്രാഹ്മണരൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോ കുളത്തിനകത്ത് വെള്ളമില്ല. ഉദകം കലശം, വി ഉദകം യുദകം, ഈ എന്ന് വെച്ചാൽ വേർപെട്ടു പോയ വെള്ളത്തോടു കൂടിയ കലശം കണ്ടിട്ട് രാജാവിന് ചോദിച്ചു, ഹേ പ്രഭു, ഒരു പുരുഷപ്രജ ഉണ്ടാകണമെന്ന് സങ്കല്പിച്ച് പുംസവനം ജലം പീതം എന്ന് സങ്കല്പിച്ചു വെച്ചിരുന്ന ഈ വെള്ളം ആരോ പാനം ചെയ്യപ്പെട്ടതായിട്ട് കാണും. കസ്യ കർമ്മ ആരുടെ ജോലിയാണ്, ആരുടെ കർമ്മമാണ് ഇത് എന്ന് ചോദിച്ചു. ഉദ്ധിതാസ്തേ നിശമ്യാഥവ്യുതകം കലശം പ്രഭോ പപ്രച്ഛു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. ഉദ്ധിതാസ്തേ നിശമ്യാഥവ്യുതകം കലശം പ്രഭോ പപ്രച്ഛു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. രാജ്ഞോ പീതം വിദിത്വാഥ ഈശ്വരപ്രഹിതേന തേ ഈശ്വരായ നമഃചക്രു അഹോ ദൈവബലം ബലം. രാജ്ഞോപീതം വിദിത്വാഥ, രാജാവ് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാ കുടിച്ചത്. രാജ്ഞ, രാജാവിനാൽ പീതം കുടിക്കപ്പെട്ടതായി വിദിത്വ അറിഞ്ഞിട്ട് അഥ അനന്തരം ഈശ്വരപ്രഹിതേനതേ, ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായ, ഈശ്വരപ്രഹിതേന, ഈശ്വരനാൽ പ്രഹിതേന പ്രേരിപ്പിക്കപ്പെട്ട പറഞ്ഞയക്കപ്പെട്ടതായ തേ അവൻ ഈശ്വരായ നമഃചക്രു,
ഈശ്വരനായിക്കൊണ്ട് നമസ്കാരം ചെയ്തു. ഇങ്ങനെ ഇന്ദ്രയാഗത്തിൽ വെച്ച് മന്ത്രപൂരിതമായ ജലം അദ്ദേഹത്തിന്റെ പത്നിക്ക് കൊടുത്ത് ആ പത്നി ഗർഭവതിയായി പുത്രൻ ഉണ്ടാകുന്നത് ഒരു പുരുഷപ്രജ ഉണ്ടാവണം എന്ന് കരുതിയാണ് ഈ യജ്ഞം ചെയ്തത്. അതിന്റെ സമാപ്തി വേളയിലേക്ക് ഒക്കെ മന്ത്രപൂരിതമായ വെള്ളം പത്നി കൊടുക്കാൻ വേണ്ടി കുടിച്ചിരുന്ന ഇത് രാജാവാണ് കുടിച്ചത് പറഞ്ഞപ്പോൾ ഈശ്വരനാണ് എല്ലാവരും ഞങ്ങളെയും ഈ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ച ഈശ്വരൻ തന്നെയാണ്. ഇത് കുടിക്കാൻ രാജാവിനെ പ്രേരിപ്പിച്ച ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. ദൈവബലം ബലം അഹോ ദൈവബലം ബലം. ദൈവബലം തന്നെ മുഖ്യബലം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈശ്വരനെ സ്തുതിച്ചു. പുരുഷബല അല്ല. ദൈവമേവ ബലം മന്യേ പൗരുഷം നിരർത്ഥകം എന്ന് മഹാഭാരതവും അത് തന്നെ അവസാനം പറഞ്ഞു. ഈശ്വരനാണ് ഏറ്റവും വലിയ ബലം, മറ്റൊരു ബലവും നിരർത്ഥകം. ഓരോ നിമിഷവും നിത്യജീവിതത്തിൽ നമുക്ക് കാട്ടിത്തരും നമ്മുടെ ബലം, നമ്മുടെ ശക്തി, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ബലം, നമ്മുടെ മനസ്സിന്റെ ബലം, നമ്മുടെ ബുദ്ധിയുടെ ബലം, നമ്മുടെ ശരീരത്തിന്റെ ബലം, നമ്മുടെ കർമ്മബലം, ഇതൊക്കെ എന്താണ്? നിരർത്ഥകമാണ്. ഓരോ നിമിഷവും ഇതൊക്കെ കൊഴിഞ്ഞു 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 വീണ് ഇല്ലാണ്ടാകാം. അപ്പൊ നമ്മുടേതായ ഈ ബലം നിരർത്ഥകമാണ്. പക്ഷെ ഇതിലൊക്കെ ഈശ്വര ബലമുണ്ടെങ്കിൽ അതാണ് സാർത്ഥകമാകുന്നത്. അതിനെയാണ് ബലം എന്ന് വിളിക്കേണ്ടത്. ഇതാ ഇവിടെ ഇപ്പോൾ ഒന്ന് വേണമെന്ന് ആഗ്രഹിച്ചു, മറ്റൊന്ന് ഭവിച്ചു. ഈ വെള്ളം അദ്ദേഹത്തിന്റെ പത്നിയെ കുടിപ്പിക്കാൻ വേണ്ടി വന്നത് ഇതാര് കുടിച്ചു? ഭർത്താവാണ് കുടിച്ചത്, രാജാവാണ് കുടിച്ചത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഒന്നുമല്ല. ദൈവേച്ഛയാണ്, ഈശ്വരേച്ഛയാണ്. അതിന് നമുക്ക് തടയാനും തടുക്കാനും ആകും. അവൻ എന്ത് ചെയ്യാണ്? സന്തോഷപൂർവ്വം അതിനെ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ദൈവബലമാണ് ബലം എന്ന് ഉറക്കെ സ്തുതിച്ചുകൊണ്ട് അവരെല്ലാവരും ഈശ്വരനെ നമസ്കരിച്ചു. രാജ്ഞാപീതം വിദിത്വാഥ ഈശ്വര പ്രഹിതേനതേ ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. രാജ്ഞാപീതം വിദിത്വാഥ ഈശ്വര പ്രഹിതേനതേ ഈശ്വരായ നമശ്ചക്രു അഹോ ദൈവബലം ബലം. തതക്കാല ഉപാവൃത്തേ കുക്ഷിം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യതനേശ്ചക്രവർത്തി ജജാനഃ തതഃ. അനന്തരം കാല ഉപാവൃത്തി, കാലം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 10 മാസത്തോളം പ്രായമായപ്പോൾ, കുക്ഷിം നിർഭിദ്യ, അദ്ദേഹത്തിന്റെ വയറ് പിളർന്നിട്ട്, ഏത്? ദക്ഷിണം, വലത്തെ കയർ വലത്തെ വയറിന്റെ ഒരു ഭാഗം പിളർന്നിട്ട് യുവനാശ്വന്റെ തനേഹ, ഒരു പുത്രൻ, ചക്രവർത്തി ജജാനഹ, ചക്രവർത്തിയായ ഒരു പുത്രൻ ജജാന ജനിച്ചു. തീർച്ചയാണല്ലോ. അപ്പം കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ, 10 മാസം തികഞ്ഞപ്പോൾ, യുവനാശ്വന്റെ വലത്തെ വയറ് പിളർന്ന് ഒരു പുത്രൻ ജനിച്ചു. അവൻ ചക്രവർത്തി ചിഹ്നത്തോട് കൂടി. തതക്കാല ഉപാവൃത്തേ കുക്ഷം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യതനേശ്ചക്രവർത്തി ജജാനഃ. തതക്കാല ഉപാവൃത്തേ കുക്ഷം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യതനേശ്ചക്രവർത്തി ജജാനഃ. കിം ധാസ്യതി കുമാരോയം സ്തന്യം രോരൂയതേ അംശം മാം ധാതാവത്സ മാരോദീന്ദ്രോ ദേശിനി അദാത്. കം ധാസ്യതി, ആരെയാണ് ധാസ്യതി പാനം ചെയ്യുന്നത്? കം, എന്തിനെ പാനം ചെയ്യും? ധാസ്യതി പാനം ചെയ്യാൻ, കുടിക്കാം. കുമാരോയം, കുട്ടിയുണ്ടായി, നന്നായി. പക്ഷേ അവൻ ആരാ പാല് കൊടുക്കുക? ഉണ്ടായ ഉടനെ ചെയ്യേണ്ട പ്രവൃത്തി ഏതാണ്? കം ധാസ്യതി കുമാരോയം സ്തന്യം. കം സ്തന്യം, ഏത് സ്തന്യത്തെയാണ്, ഏത് മുലപ്പാലിനെയാണ് ഇവന് കൊടുക്കേണ്ടത്? രോരൂയതേ വൃഷം, അവൻ ഉറക്ക കരയാതെ, പാല് കിട്ടാൻ. രോരൂയതേ, വീണ്ടും വീണ്ടും ഉറക്ക കരഞ്ഞ വൃഷം വളരെ. വത്സ മാം ധാത മാരോദീഹി ഇതി ഇന്ദ്ര, ഇന്ദ്രന് പ്രീതി ഉണ്ടാക്കുന്ന യാഗമാണ് ചെയ്തത്.
അപ്പൊ ഇന്ദ്രനാണ് ഇതിന്റെ ഫലം കൊടുക്കേണ്ട ആള്. ആ ഇന്ദ്രൻ ഓടി വന്നിട്ട് വത്സ എന്ന് കുട്ടിയെ വിളിച്ചു. മാരോദീഹി, കരയണ്ട, മാം ധാത, ഞാനാണ് നിനക്ക് പാല് തരുന്നവൻ, ഞാനാണ് നിന്നെ പാല് തന്ന് രക്ഷിക്കുന്നവൻ. മാം ധാത മാരോദീഹി ഇത് ഇന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേശിനിയും അതാത്, ദേശിനി എന്നാൽ നിർദ്ദേശിനിയായ വിരല്, ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവന് ചൂണ്ടാണി വിരലിനെ കുട്ടിയുടെ മുഖത്തിൽ വെച്ചു. അപ്പൊ ചുണ്ടിൽ വെച്ചിട്ട് വിരല് കുടിക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് കുട്ടികൾ വിരല് കുടിക്കാൻ തുടങ്ങിയത്. ഇന്ദ്രനാണ് അതിന് കാരണക്കാരൻ. ഇന്ദ്രൻ തന്റെ വിരല് വായിലേക്ക് വെച്ചു കൊടുത്തു, ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞാണ്. മാം ധാത എന്ന് പറഞ്ഞതുകൊണ്ട് ആ കുമാരന് മാംധാത പേരായി പിന്നീട്. മാം ധാത, എന്നെ കുടിച്ചോളൂ. വത്സ മാരോദി, കരയണ്ട, ഇത് ഇന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേശിനീ ചൂണ്ടുവിരലിനെ അതാത് കൊടുത്തു. കം ധാസ്യതി കുമാരോയം സ്തന്യം രോരൂയതേ ഭൃശം മാം ധാതാ വത്സം മാരോദി ഇന്ദ്രോ ദേശിനീമദാത്. കം ധാസ്യതി കുമാരോയം സ്തന്യം രോരൂയതേ ഭൃശം മാം ധാതാ വത്സം ആരോദീഹി ഇന്ദ്രോ ദേശിനീമദാത്. നമമാരപിതാദസ്യ വിപ്രദേവ പ്രസാദത യുവനാശ്വോധതത്രൈവ തപസാ സിദ്ധ്യമന്വഗാത്. അങ്ങനെ ഞാൻ നിനക്ക് രക്ഷിക്കുന്നവനാണ്, പാല് തരുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടുവിരൽ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ മുതൽ മാം ധാത എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അതിവന്റെ പേരായി തീർന്നു. അന്നു മുതൽ ഈ കുട്ടിക്ക് മാംധാതാവ് എന്ന് പേരായി. നമ്മളുടെ രാജാവിനെ കുറിച്ച് മാംധാത എങ്ങനെ വന്നു എന്ന് പറഞ്ഞു വന്നാണ്. നമമാരപിതാതസ്യ, മമാര മരിച്ചില്ല, പിതാതസ്യ വിപ്രദേവ പ്രസാദത, വിപ്രദേവന്മാരുടെ പ്രസാദം കൊണ്ട്, ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും പ്രസാദം കൊണ്ട് തസ്യ പിതാ, അവന്റെ പിതാവ് മമാര മരിച്ചില്ല. പ്രസവിച്ചു കഴിഞ്ഞിട്ട് അയാൾ മരിക്കാതെ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ്? ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും അനുഗ്രഹം. അഥ യുവനാശ്വോധ, അനന്തരം യുവനാശ്വൻ തത്രൈവ, അവിടെ തന്നെ തപസ സിദ്ധ്യമന്വക, തപസ്സുകൊണ്ട് സിദ്ധിയെ പ്രാപിച്ചു. ബാക്കി ജന്മം മൊത്തം കഴിഞ്ഞപ്പോൾ ബാക്കി ജന്മങ്ങളിൽ തപസ് ചെയ്ത് സിദ്ധിയെ പ്രാപിച്ചു യുവനാശ്വൻ. യുവനാശ്വന്റെ പുത്രന്റെ പേര് മാംധാതാവ് എന്ന് പേരായി. നമമാരപിതാദസ്യ വിപ്രദേവ പ്രസാദതാം യുവനാശ്വോധതത്രൈവ തപസാ സിദ്ധ്യമന്വഗാത്. നമമാരപിതാദസ്യ വിപ്രദേവ പ്രസാദതാം യുവനാശ്വോധതത്രൈവ തപസാ സിദ്ധിം അന്വഗാത്. സസദ്ദസ്യരതീന്ദ്രോംഗ വിദധേ നാമതസ്യ വൈ യസ്മാത്രസ്യന്തി ഹ്യുദ്വിഗ്നാം ദസ്യവോ രാവണാദയാ. ത്രഫദ്ദസ്യുഹു ഇതി, മറ്റൊരു പേരും കൂടി അവന് വന്നു. പേര് എന്താണ്? അവിടെ ത്രഫദ്ദസ്യു എന്നാണ് പേര്. ഇത് ഇന്ദ്ര എന്നിങ്ങനെ ഇന്ദ്രൻ ഹേ അംഗ കുജ്ജനായ രാജാവേ എന്ന സംഭവത്തിനെയാണ് കഥ പറയുമ്പോൾ ഇടക്കേറി വിളിക്കുന്നതാണ്. പറഞ്ഞു പോവാതിരിക്കാൻ ഇടക്കിടക്ക് വിളിക്കുന്നതാണ്. വിദധേ നാമതസ്യ വൈ, അവന്റെ പേരിട്ടു. തീർച്ചയായിട്ടും ഇന്ദ്രൻ അവന് വേറെ പേരും കൂടി ഇട്ടു. എന്താണ്? അവിടെ ത്രഫദ്ദസ്യു, ദസ്യുക്കളെ ത്രസിപ്പിക്കുന്നത് കൊണ്ട്. ആരാണ് ദസ്യുക്കൾ? ശത്രുക്കൾ, തസ്കരന്മാരായ ശത്രുക്കൾ. അവരെ ത്രസിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നതുകൊണ്ട് ഇവന് ത്രഫദ്ദസ്യുഹു എന്നൊരു പേര് ഉണ്ടായി. ദസ്യുക്കളെ ത്രസിപ്പിക്കുന്നത് കൊണ്ട് ത്രഫദ്ദസ്യു എന്നൊരു പേരുണ്ടായി. ത്രഫദ്ദസ്യുരതീന്ദ്രോംഗ വിദധേ ഇട്ടു ചെയ്തു. നാമതസ്യ വൈ, അവൻ പേരിട്ടു പോയി. യസ്മാത് ത്രസന്തി, യാതൊന്നുകൊണ്ടാണോ ഭയപ്പെടുന്നത്. ഹി ഉദ്വിഗ്ന ദസ്യവോ രാവണാദയാ, രാവണാദികളായ ദസ്യുക്കൾ ഇവന്റെ യാതൊരു പ്രവൃത്തി കണ്ട് ഭയപ്പെടുന്നുവോ അതുകൊണ്ട് ഇവനെ എന്ത് പേര് കൊടുത്തു?
ത്രഫദ്ദഫ്യുഹു എന്ന് പേരുള്ളൂ. യസ്മാത് യാതൊന്നുകൊണ്ടാണോ ത്രഫന്തി ഭയക്കുന്നത്, ഈ ഉദ്വിഗ്നാഹ ദുഃഖിതരായ ദസ്യവോ ദസ്യുക്കൾ ശത്രുക്കൾ രാവണാദികൾ ലോകോപദ്രവകാരികളായ രാവണാദികളായ ദുഷ്ടന്മാർ ആരിൽ നിന്ന് ഭയപ്പെടുന്നുവോ അതുകൊണ്ട് ഇന്ദ്രൻ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഇവനെ ത്രഫദ്ദസ്യു എന്ന് പേരിട്ടു. മാധാതാവിന്റെ മറ്റൊരു പേരാണ് അവിടെ ത്രഫദ്ദസ്. ത്രഫദ്ദസ്യുരിതീന്ദ്രോംഗ വിദധേ നാമതസ്യ വൈ യസ്മാത് ത്രഫന്ദിഹിദ്രുഗ്നോദസ്യവോ രാവണാദയാം. ത്രഫദ്ദസ്യുരിതീന്ദ്രോംഗ വിദധേ നാമതസ്യ വൈ യസ്മാത് ത്രഫന്ദിഹിദ്രുഗ്നാം ദസ്യവോ രാവണാദയാം. യൗവനാശ്വോധമാന്ധാതാ ചക്രവർത്യവനിം പ്രഭു സപ്തദ്വീപവതീമേകശഫച്യുതചേതസാം. യൗവനാശ്വൻ, യുവനാശ്വന്റെ പുത്രൻ മറ്റൊരു പേരുണ്ട് യൗവനാശ്വൻ, പിതാവിന്റെ പേരോട് കൂടി ചേർത്ത്. യുവനാശ്വസ്യ അപത്യംബുമാൻ യൗവനാശ്വ. മാന്ധാതാവ് ത്രഫദ്ദസ്യു യൗവനാശ്വൻ എന്നൊരു പേരില്ലേ. യൗവനാശ്വു അഥ മാന്ധാത, യുവനാശ്വന്റെ പുത്രനായ ആ മാന്ധാതാവ് ചക്രവർത്തിയായിട്ട് അവനെയും ഭൂമിയെ പ്രഭുവായി, ഭൂമിയുടെ രാജാവായി പരിപാലിക്കുന്നത്. സപ്തദ്വീപവതി, 7 ദ്വീപോടുകൂടിയ ഭൂമി മുഴുവൻ ഏകഹ ശശാഫ, ഒറ്റയ്ക്ക് ഭരിച്ചു. ശശാഫ അച്യുത തേജസാം, അച്യുത തേജസ് കൊണ്ട് യുവനാശ്വന്റെ പുത്രനും ഒരിക്കലും നശിക്കാത്ത തേജസ്സോട് കൂടിയവനുമായ അവൻ, അച്യുതമായ തേജസ്സുള്ളവൻ. ഇതിന്റെ അച്യുതത്തിന് നശിക്കാത്ത, ച്യുതി ഉണ്ടാവാത്ത എന്നുള്ള അർത്ഥം. അച്യുത തേജസ്സോട് കൂടിയവനുമായ ആ യവനാശ്വന്റെ പുത്രൻ യൗവനാശ്വൻ സർവഭൂമിക്കും അധിപതിയായ മാന്ധാതാവ് എന്ന രാജാവ് ഒറ്റയ്ക്ക് ജംബുദ്വീപാദികളായ 7 ദ്വീപ് അടങ്ങിയ ഭൂമിയെ പരിപാലിച്ചു രക്ഷിച്ചു രാജാവായി. യൗവനാശ്വോധമാന്ധാതാ ചക്രവർത്തി അവനിം പ്രഭു സപ്തദ്വീപവതീമേകശഫച്യുതതേജസാം. യൗവനാശ്വോധമാന്ധാതാ ചക്രവർത്തി അവനിം പ്രഭു സപ്തദ്വീപവതീമേകശഫച്യുതതേജസാം. ഈജേജയജ്ഞം കൃതഭിഃ ആത്മവത് ഭൂരിദക്ഷിണൈ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ഈജേച യജ്ഞം ചെയ്തു, ഈജേ യജിച്ചു. ഈജേച യജ്ഞം, യജ്ഞം ചെയ്തു. ക്രതുഭിഹി, യാഗങ്ങളെ കൊണ്ട്. ആത്മവിത്, ആത്മതത്വം അറിയുന്നവനായ അവൻ അനേകം ക്രതുക്കളെ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്ത് ഭൂരിദക്ഷിണൈ, ധാരാളം ദക്ഷിണകളും കൊടുത്തു. സർവദേവമയം ദേവം, എല്ലാ ദേവന്മാരുടെയും സ്വരൂപമാണ് ദേവൻ എന്ന്. സർവാത്മകം അതീന്ദ്രിയം, സർവദേവസ്വരൂപനാണെന്ന് മാത്രമല്ല, സർവാത്മകനാണ് എന്ന് മാത്രമല്ല, എല്ലായിടത്തും വിളങ്ങുന്ന ആ വിഷ്ണുവിനെ തന്നെ വീണ്ടും ആരാധിച്ച് കഴിച്ചു കൂട്ടുകയും ചെയ്തു. ഈജേച യജ്ഞം കൃതഭിഃ ആത്മവത് ഭൂരിദക്ഷിണൈ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ഈജേച യജ്ഞം കൃതഭിഃ ആത്മവത് ഭൂരിദക്ഷിണൈ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തഥത്വിജാം ധർമ്മോദേശശ്ചകാലശ്ച സർവമേതദ്വിദാത്മകം. എന്താണ്? സർവദേവമയനാണ്, സർവാത്മകനാണ്, അതീന്ദ്രിയനാണ്, ദേവനാണ് ഭഗവാൻ ഈശ്വരൻ എന്നുറപ്പിക്കാൻ കാരണം എന്താണെന്ന് പറയുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന യജ്ഞത്തിന്റെ സമസ്ത ദ്രവ്യങ്ങളും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതിനുപയോഗിക്കുന്ന ചരു പുരോടാശാദികളായ, കാരണം ചരുവത്തിൽ വെച്ചിരിക്കുന്ന ചോറുകൾ, ചമതക്കമ്പുകൾ, ഇതൊക്കെ ഇതിനുപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഈ ദ്രവ്യങ്ങളൊക്കെ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്.
ഭഗവാന്റെ സ്വരൂപമാണ് ഇതെല്ലാം. മന്ത്രഹ, ഇതിനുപയോഗിക്കുന്ന മന്ത്രം മുഴുവനും ആരാണ്? ഭഗവത് സ്വരൂപമാണ്. എല്ലാ ദേവന്മാരെയും പ്രകാശിപ്പിക്കുന്ന മന്ത്രം യജ്ഞത്തിലുണ്ട്, ഒരാളെ മാത്രമല്ല. അപ്പം സർവ ദേവമയനായ ഭഗവാൻ ദ്രവ്യമാണ്, മന്ത്രമാണ്, വിധിയാണ്. വിധിയുടെ അർത്ഥം വിധിക്കുന്നവനാണ്. യജ്ഞത്തിൽ വിധികളുണ്ട്. ഇന്നവരൊക്കെ ചെയ്യണം, ഇന്നവരൊക്കെ ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് വിധികളുണ്ട്. ഈ വിധികളൊക്കെ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. വിധി യജ്ഞ. ഇനി യജ്ഞവും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. യജ്ഞമെന്നുള്ള കർമ്മവും ഭഗവാൻ തന്നെയാണ്. യജമാനൻ അതും ഭഗവാനാണ്. ഋത്വിജഃ, ഋത്വിക്കുകൾ അതും അങ്ങ് തന്നെയാണ്. ധർമ്മവും അങ്ങാണ്. ദേശശ്ച കാലശ്ച, ദേശവും കാലവും അങ്ങാണ്. സർവമേതത് യഥാത്മകം, എല്ലാം അങ്ങയുടെ സ്വരൂപത്തോടു കൂടിയതാണ്. യജ്ഞം ചെയ്യുന്ന ആളങ്ങാണ്, ചെയ്യിക്കുന്ന ആളങ്ങാണ്, യജ്ഞകുണ്ടങ്ങളങ്ങാണ്, അതിൽ സമർപ്പിക്കുന്ന ഹവിസങ്ങാണ്, ആജ്യം നെയ്യങ്ങാണ്, സമിത്തുകളങ്ങാണ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രം അങ്ങാണ്, മന്ത്രം ചൊല്ലുന്ന ഋത്വിക്കുകളും അങ്ങാണ്. അതേപോലെ അതിന് വേണ്ടുന്ന സമസ്ത ഫലവും തരുന്ന ആളും അങ്ങ് തന്നെയാണ്. ഇതിന് ഈ കർമ്മം നടത്താൻ വേണ്ട സ്ഥലവും ആ സ്ഥലത്തിലും അങ്ങ് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് അനുയോഗ്യമായ വസന്താദികളായ ഋതുക്കളും അങ്ങ് തന്നെയാണ്. കാലവും അങ്ങ് തന്നെയാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായി ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സർവാത്മകനായ ഭഗവാൻ തന്നെയാണെന്ന് കണ്ട് അദ്ദേഹം ഭഗവാൻ ആരാധിച്ചു. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തഥത്വിജ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യതാത്മകം. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തഥത്വിജ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യതാത്മകം. യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ് യൗവനാശ്വസ്യ മന്ധാതു ക്ഷേത്രമുച്യത്തെ. യാവത് സൂര്യ ഉദേതി സ്മ, സൂര്യൻ ഉദിച്ചു കാണുന്ന സ്ഥലം മുതൽ യാവച്ച പ്രതിഷ്ഠതി, എപ്പോഴാണോ അസ്തമിക്കുന്നത്, സർവം അതുവരെയുള്ള സ്ഥലം മുഴുവൻ അവിടെയാണ് മാന്ധതാവിദ്യാണ്. തത് യൗവനാശ്വസ്യ മാന്ധാതുഹു ക്ഷേത്രപൂജ്യത. അത് മുഴുവൻ യൗവനാശ്വനായ മാന്ധാതാവിന്റെ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്ന വരെയുള്ള സ്ഥലം മുഴുവൻ മാന്ധാതാവിന്റെ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ഭൂമി മുഴുവനും യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം യൗവനാശ്വസ്യ മാന്ധാതു ക്ഷേത്രമുച്യത്തെ. യാവത് സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ്യൗവനാശ്വസ്യ മാന്ധാതു ക്ഷേത്രമുച്യത്തെ. ശശബിന്ദോ ദുഹിതരി ബിന്ദുമത്യാം അധനൃപാം കുരുകുൽസമമം പരിഷം മുചുകുന്ദം ച ദേശം സ്വാര പഞ്ചാശത് സൗകര്യം ഗൗരിരേപതി. ശശബിന്ദോഹോ, ശശബിന്ദുവിന്റെ ദുഹിതരി മകളായ, ശശബിന്ദോഹു ദുഹിതരി മകളിൽ സപ്തമിയാണ്. ശശബിന്ദുവിന്റെ പുത്രിയിൽ അവളുടെ പേര് ബിന്ദുമതി എന്നാണ്. ബിന്ദുമത്യാം അധാത് നൃപഃ, ആ ബിന്ദുമതിയിൽ അധാത് ഉദ്ഭവിപ്പിച്ചു. നൃപഃ രാജാവ്, കുരുകുൽസം അംബരീഷം മുചുകുന്ദം യോഗീനം. കുരുകുൽസനെയും അംബരീഷിനെയും മുചുകുന്ദൻ എന്ന മഹായോഗിയെയും മാന്ധാതാവിന്റെ 3 പുത്രന്മാരാണ്. ഒരാളുടെ പേര് കുരുകുൽസൻ, മറ്റേയാളുടെ പേര് അംബരീഷൻ, അടുത്ത ആളുടെ പേര് മുചുകുന്ദൻ. അംബരീഷനും മുചുകുന്ദനെയും ഇനിയും വിസ്തരിച്ച് പറയുന്നതിനേക്കാൾ നമുക്ക് എന്താ പരിചയമാണ്. പക്ഷെ കുരുകുൽസന്റെ കഥ അതിനേക്കാറില്ല, അത് മഹാഭാരതത്തിൽ പറഞ്ഞു പോകുന്നു. മുചുകുന്ദം ച യോഗിനം തേഷാം സുസാര, അവർക്ക്
50 സഹോദരിമാരുണ്ട്. ഫൊഫാരഹ സിസ്റ്റർമാർ, സഹോദരിമാർ. 50 50 സൗഭരിം വപുരേപതി. ഇവരെ 50 പേരും സൗഭരിയെ ഭർത്താവായിട്ട് അംഗീകരിച്ചു. ശശബിന്ദുവിന്റെ പുത്രിയായ ബിന്ദുമതി എന്ന പേരുള്ള ഒരു ഭാര്യയും മാന്ധാതാവിന് 3 പുത്രന്മാരുണ്ടായി. ഒരു പുരുഷൻ, അംബരീഷൻ. അവരിൽ മുരുകുന്ദൻ യോഗിയായിരുന്നു. അവർക്ക് 50 സഹോദരിമാരുണ്ടായിരുന്നു. അവരെല്ലാവരും സൗഭരി എന്ന ഋഷിയെ ഭർത്താവായിട്ട് വരിച്ചു അംഗീകരിച്ചു. ശശബിന്ദോർ ദുഹിതരീ ബിന്ദുമത്യാമഥാനൃപാം പുരുകുൽസം അംബരീഷം മുതുകുന്ദം ജയോഗിനം തേഷാം ഭുഭാര പഞ്ചാശത് സൗഭരിം പൗരുലീപതിം. ശശബിന്ദോർ ദുഹിതരീ ബിന്ദുമത്യാമഥാനൃപാം പുരുകുൽസം അംബരീഷം മുതുകുന്ദം ജയോഗിനം തേഷാം ഭുഭാര പഞ്ചാശത് സൗഭരിം പൗരുലീപതിം. യമുനാന്തർജലേ മഗ്ന തപ്യമാന പരന്തവ നിർവൃതിം മീനരാജസ്യാവീക്ഷമൈഥുനധമ്മിനാം. യമുനാന്തർജലേ, യമുനയുടെ ജലത്തിന്റെ അകത്ത് മഗ്നഹ മുങ്ങിക്കിടന്നുകൊണ്ട് ജപ്യമാനഹ ജപിച്ചുകൊണ്ട് ഹേ പരന്തപ, ഉത്കൃഷ്ടമായ പരമമായ തപസ്സിനെ അദ്ദേഹം അംഗീകരിച്ചു. പെട്ടെന്ന് സൗഭരിയുടെ ഒരു പേര് വന്നപ്പോൾ ആ കഥ പറയാൻ പുറപ്പെട്ടതാണ്. മാന്ധാതാവിന്റെ 3 പുത്രന്മാര്, 50 സഹോദരിമാരും. 50 സഹോദരിമാരും സൗഭരിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ സൗഭരിയുടെ കഥ ഒന്ന് പറയാൻ ഇവിടെ ആരംഭിക്കാം. ആ സൗഭരിയാകട്ടെ ലോകത്തിൽ എവിടെ നിന്ന് തപസ് ചെയ്താലും വിഷയാസക്തി ഉണ്ടാകുന്ന എന്ന് ഉറപ്പാണ്. കാട്ടിൽ പോയാലും അവിടെ എന്താണ്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അവരുടെ ശബ്ദം കേൾക്കും, അവരുടെ മനോഹരങ്ങളായ കാഴ്ചകള് ഇതെല്ലാം കണ്ട് ഏതെങ്കിലും തരത്തിൽ മനസ്സ് വിഷയം വിട്ടു പോകും എന്ന് പല ദിക്കിലും പോയി പരിചയിച്ച് യോഗസിദ്ധിക്ക് പറ്റിയ ജലം വെള്ളത്തിന് അടിയിൽ തപസ്സില്ല. ഒരു വിഷയം തന്നെ ബാധിച്ചിട്ടില്ല. കണ്ണുവന്ന് പുറത്തു വന്നെങ്കിലല്ലോ എന്ന് വിചാരിച്ച് യമുന അന്തർജലയെ മഗ്നഃ തപ്യമാന പരന്തപ, തപിച്ചുകൊണ്ട് പരമമായ തപസ്സനുഷ്ഠിച്ചു. നിർവൃതിൻ മീനരാജസ്യ വീക്ഷമൈഥുനധമ്മിന. അങ്ങനെ കുറച്ചു നാള് ജലജീവികൾ ജലാന്തർഭാഗത്ത് ജീവിക്കുന്ന പോലെ ഇദ്ദേഹം ജീവിച്ചു. അവരൊക്കെ എങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന മീനുകള്, വെള്ളത്തിനകത്ത് എത്ര ജീവികളുണ്ട്, അവരൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവർ ഇദ്ദേഹവും അത് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ജീവിച്ചു. അങ്ങനെയുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം മീനരാജസ്യ, മത്സ്യാധിപനായ ഒരു രാജാവ്, ഒത്തിരി മീനുകളുടെ ഒരു രാജാവായ ഒരു മീന് മൈഥുനധർമ്മിണ വീക്ഷ്യ. ആ മീന് മറ്റുള്ള സ്ത്രീകളായ മീനുകളുമായി വിഷയസുഖം അനുഭവിക്കുന്നത് കണ്ട് നിർവൃതി അല്പസമയം ഒരാത്മനിർവൃത്തിയായി. എനിക്കും ഇതൊക്കെ സാധിക്കപ്പെടുന്നു. ഇത് കണ്ടതാണ്, ഈ കാഴ്ച കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ഇത് കാണുമ്പോ അങ്ങനെ പലപ്പോഴും നമുക്ക് പലതും കണ്ടിട്ടാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുക, കണ്ടില്ലേ ഉണ്ടാവില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവം അതാണ്. TV തുറന്ന് അതിലെ പരസ്യങ്ങൾ കാണും തോറും അത് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇത് വാങ്ങണം എന്നിങ്ങനെ ഏത് സോപ്പ് ഉപയോഗിച്ചാലും കുളിക്കാമെന്നിരിക്കെ 50 തരം സോപ്പിന്റെ പരസ്യം ഇതിൻ്റെ അകത്ത് കാണിക്കും. ഏതാ നമ്മൾ വാങ്ങേണ്ടത്? 50 വാങ്ങിച്ചു വെക്കാം. എല്ലാം ചെയ്യും, എല്ലാത്തിനും ഗുണമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? വിഷയങ്ങൾ നമ്മളെ കടന്ന് ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് കാണുമ്പോഴാണ് കുഴപ്പം. ഇവിടെ ഇപ്പൊ വെള്ളത്തിനടിയിൽ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി തപസ് ചെയ്യാൻ പുറപ്പെട്ടതായ സൗഭരി യാദൃച്ഛികമായ ഒരു ദിവസം ഒരു മത്സ്യം മറ്റൊരു മത്സ്യവുമായി ഇണം ചേരുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ആ ആൺമത്സ്യത്തിനുണ്ടായ ആത്മനിർവൃതി ഇദ്ദേഹത്തെ കണക്കെറ്റ് ചെയ്തു തപസ്സിളക്കാൻ കാരണമായി. യമുനാന്തർജലേ മഗ്നസ്തപ്യമാന പരന്തവാം നിർവൃതി മീനരാജസ്യാവീക്ഷ്യ മൈഥുനധർമ്മിണാം. യമുനാന്തർജലേ മഗ്നസ്തപ്യമാന പരന്തവാം നിർവൃതി മീനരാജസ്യ വീക്ഷ്യ മൈഥുനധർമ്മിണാം. ജാതസ്പൃഹോ നൃപം വിപ്ര കന്യാമേകാം ഏകാമയാചതാം
ഭോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാം സ്വയം വരേ. ജാതസ്പൃഹ ആഗ്രഹമുണ്ടായവനായ അവൻ അപ്പം രാജാവിനോട് വിപ്രഹ ആ വിപ്രൻ രാജാവിനോട് കന്യാം ഏകാം അയാചത ഒരു കന്യകയെ യാചിച്ചു. കന്യാം ഏകാം അയാചത ഒരു കന്യക അദ്ദേഹം യാചിച്ചു. മത്സ്യക്രീഡയുടെ കാഴ്ച കൊണ്ട് താപസനായി ജീവിച്ച അദ്ദേഹം മൈഥുനധർമ്മം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് രാജാവായ മാന്ധാതാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഒരു കന്യകയെ നൽകണം എന്നാഗ്രഹിച്ചു. യാതസ്പൃഹോ നിർവം വിപ്ര കന്യാമേകാമയാചതാം സോപ്യാഹ അവൻ പറഞ്ഞു, ഗൃഹ്യതാം ബ്രഹ്മൻ സ്വീകരിച്ചോളൂ, കാമം ഇഷ്ടം പോലെ, കന്യാം സ്വയം വരേ. ഏതെങ്കിലും കന്യക നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവളെ കഴിച്ചോളൂ. അതാണ് സ്വയംവരത്തിൽ വെച്ച് നമുക്ക് വിവാഹം കഴിക്കാം. ഒരു കന്യക വേണമെന്ന് ആഗ്രഹം അവസ്ഥാനത്തല്ല ആയിക്കോളൂ, പക്ഷെ എന്ത് ചെയ്യണം, ആ കന്യക സ്വയംവരമായിട്ട് നിന്നെ വരിക്കണം. നീ അങ്ങോട്ട് ചെന്ന് ബലാത്കാരം കൊണ്ടുവരാൻ പറ്റില്ല. എന്ത് ചെയ്യണം, നീ ചെന്ന് സ്വയം വരിക്കണം. ജാതസ്പൃഹോ നൃപം വിപ്ര കന്യാമേകാമയാചത സോപ്യാഹ ഗൃഹ്യതം ബ്രഹ്മൻ കാമം കന്യാം സ്വയം വരേ. ജാതസ്പൃഹോ നൃപം വിപ്ര കന്യാമേകാമയാചത സോപ്യാഹ ഗൃഹ്യതം ബ്രഹ്മൻ കാമം കന്യാം സ്വയം വരേ. വിചിന്യ അപ്രിയം സ്ത്രീണാം ജരഠോയമസമ്മതാം വരീപരിതയേജത്ക ഇത്യഹം പ്രത്യുദാഹൃതാം പാഠയിഷ്യേ തഥാത്മാനം പുരസ്ത്രീണാമവീപ്സിതം കിം പുനർ മനുജേന്ദ്രാണാം ഇതി വ്യവസിത പ്രഭു. വിചിന്യ അവൻ ഇങ്ങനെ ചിന്തിച്ചു, അപ്രിയം സ്ത്രീണാം സ്ത്രീകളുടെ അപ്രിയത്തെ കുറിച്ച് ചിന്തിച്ചു. താൻ ആരാണ്? ജരഠൻ, ജരബാധിച്ചവനാണ്. ജരഠോയം അസമ്മതാം അസമ്മതനാണ്, ആരാലും സമ്മതിക്കപ്പെടുന്ന ഒരു സ്ത്രീകളും ഇദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതിക്കില്ല. പലിത തൊലികളൊക്കെ ചുക്കി ചുളിഞ്ഞതാണ്. പലിത പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയെ തപസ്സിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ഏതൊരു പെണ്ണിനെ കിട്ടും എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വയംവരത്തിൽ പറ്റുമെങ്കിൽ പോയി വിവാഹം കഴിച്ചു. ഏജത്കൈത്യഹം പ്രത്യുദാഹൃത ഏജത് പ്രാപിക്കാം. ആരെ ഇത് അഹം പ്രത്യുദാഹൃത എന്നിങ്ങനെ ഞാൻ പല വിധത്തിൽ നിരാകരിക്കപ്പെട്ടു. പ്രത്യുദാഹൃത നിരാകൃത ഞാൻ നിരാകരിക്കപ്പെട്ടു. ഒരൊറ്റ സ്ത്രീയും എന്നെ സമ്മതിച്ചില്ല. ദോഷം, ഞാൻ ജഡനാണ്, വലിയ പലിതനാണ്. അങ്ങനെയുള്ള എന്നെ ആരാണ് സ്വീകരിക്കുന്നത്? എല്ലാവരും തന്നെ തിരിച്ചു. അപ്പോൾ സാധയിഷ്യേതസാത്മാനം അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു കൊടുക്കാം. സാധയിഷ്യേ തഥാ അപ്രകാരം ആത്മാനം തന്നെ പുരസ്ത്രീണാമഭിപ്സിതം ദേവസ്ത്രീകൾക്ക് പോലും കൊതിക്കത്തക്ക ഒരു ശരീരം ഞാൻ ഉണ്ടാക്കി. എന്തുകൊണ്ട്? തപസ്. പുരസ്ത്രീണാം അഭിപ്സിതം സ്ത്രീകൾക്ക് പോലും ആഗ്രഹിക്കത്തക്കതായ ഒരു ശരീരം ഞാനിതാ ഉണ്ടാക്കാൻ പോകുന്നു. കിം പുനഃ മനുജേന്ദ്രയാണാനിധി പിന്നാട്ടെ ഒരു മനുഷ്യ സ്ത്രീക്ക് ഇത് വ്യവസിത എന്ന് ഉറപ്പിച്ചു ആ പ്രഭുവായ ആ താപസൻ. പ്രഭു എന്ന് വെച്ചാൽ എന്തിനും ശക്തനായവെന്ന്. അപ്പം സ്വയംവരത്തിനുള്ള കന്യകയെ സ്വീകരിച്ചുള്ളതാണ് മാന്ധാതാവ് പറഞ്ഞത്. അതിന്റെ ഭാരത്തെ കുറിച്ചാണ് ഭൗപരി ഇങ്ങനെ ചിന്തിച്ചത്. ഞാൻ വൃദ്ധനാണ്, ജരാനരകൾ ബാധിച്ചവനാണ്, വാർദ്ധക്യം കൊണ്ട് എന്റെ ശിരസ് ഇങ്ങനെ എപ്പോഴും ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു സ്ത്രീകളും എന്നെ ആഗ്രഹിക്കില്ല എന്ന് കരുതി തന്നെ സ്വയംവരത്തിൽ പോയി സ്വീകരിച്ചോളൂ എന്ന് രാജാവ് പറഞ്ഞയച്ചെന്ന് മനസ്സിലാക്കിയിട്ട് താൻ
സ്വയംവര വ്യാജേന രാജാവെന്ന് അവൾ ധികരിച്ചത്. അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തെ ഞാൻ സുന്ദരമാക്കി മാറ്റാൻ പോവാം, ദേവസ്ത്രീകൾക്ക് പോലും ആഗ്രഹിക്കത്തക്ക ശരീരമാക്കി മാറ്റും. പിന്നെയാട്ടെ ഈ രാജകുമാരിമാർ എന്നിങ്ങനെ തപപ്രഭാവം കൊണ്ട് തന്റെ ശരീരം സുന്ദരമാക്കും. സ്വവിചിന്യാപ്രിയം സ്ത്രീണാം ജരഠോയമസമ്മതാം വലിയ ഫലിത ഏജത്കം പ്രത്യുദാഹൃതാം പാഠയിഷ്യേ തഥാത്മാനം പുരസ്ത്രീണാമഭിപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിത പ്രഭോ. സ്വവിചിന്യ അപ്രിയം സ്ത്രീണാം ജരഠോയമസമ്മതാം വലിയ ഫലിത ഏജത്കം പ്രത്യുദാഹൃതാം പാഠയിഷ്യേ തഥാത്മാനം പുരസ്ത്രീണാമഭിപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിത പ്രഭോ. മുനിപ്രവേശിത ക്ഷത്രാകന്യാന്തപുരമൃദ്ധിമത് കുതശ്ച രാജകന്യാഭിരേക പഞ്ചാശതാ വരാം. മുനിപ്രവേശിത, മുനി എന്ത് ചെയ്തു? അന്തപുരത്തിൽ പ്രവേശിച്ചു. ക്ഷത്ര കന്യന്തപുരം വൃദ്ധിമത്, ഈ രാജപുരുഷനാൽ സമൃദ്ധിയുള്ള കന്യകയുടെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ പുറശ്ച രാജകന്യാഭിഹി, രാജകന്യകകളാൽ വരിക്കപ്പെട്ടു. ആരാണ്? ഏകപഞ്ചാശതാവരാം, 50 കന്യകമാർ ഒരു വരനെ വരിച്ചു. ആ കൊട്ടാരത്തിന്റെ അന്തപ്പുരത്തിലേക്ക് കടന്നപ്പോ ഒത്തിരി സ്ത്രീകളുണ്ടെന്നിട്ട് 50 പേർ ഓടി വന്ന് രാജാവിന്റെ കഴുത്തിൽ മാറിയിട്ട് രാജാവിനെ സ്വീകരിച്ചു. അത്ര സുന്ദരനായി ഈ ഭൗതി. അദ്ദേഹത്തിന് സന്തോഷമായി, സ്ത്രീകൾക്കും സന്തോഷമായി. മുനിപ്രവേശിത ക്ഷത്രാകന്യന്തപുരമർദ്ധിമത് പുതശ്ച രാജകന്യാഭിരേക പഞ്ചാശതാദ്വരാം. മുനിപ്രവേശിത ക്ഷത്രാകന്യന്തപുരമർദ്ധിമത് പുതശ്ച രാജകന്യാഭിരേക പഞ്ചാശതാവരാം. താസാം കലിരഭൂത് ഭൂയാം സ്വതഥ്യ അപോഹ്യ ഭൗഹൃതം മമാനുരൂപോ നായം വ ഇതി തദ്യതചേതസാം. താസാം, അവൾമാരുടെ ഇടയ്ക്ക് കലിരഭൂത്, കലഹമുണ്ടായി. കലിഹി അഭൂത്, താസാം കലിഹി അഭൂത്, അവളുമാരുടെ ഇടയ്ക്ക് കലിയുണ്ടായി. എന്താണ്? ഭൂയാം സ്വതഥേ അപോഹ്യ സൗഹൃദം. ഭൂയാൻ സൗഹൃദം അപോഹ്യ, എന്നോടാണ് രാജാവിന് കൂടുതൽ സൗഹൃദമെന്ന് ഊഹിച്ചിരുന്നത്. തദർത്ഥേ, അതിനുവേണ്ടി മമ അനുരൂപോ, ഈ രാജാവ് എനിക്കാണ് കൂടുതൽ ചേരുന്നത്. നായം തവ, നിനക്കല്ല. ഇത് തദ്ഗതചേതസാം, എന്നിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയതിനാൽ അന്യോന്യം കലഹമുണ്ടായി. ഒരുത്തി വന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, നിന്നുള്ള രാജാവിന് കാര്യം എന്നോടാണ്. നോക്കൂ, എന്നെയാണ് നോക്കുന്നത്, എന്റെ അടുക്കലാണ് എപ്പോഴും വരുന്നത്, എന്നോടാണ് സംഭാഷണം ചെയ്യുന്നത്, എന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്. വേറൊരുത്തി വന്ന് അവളും അങ്ങനെ തന്നെ പറഞ്ഞു. ഈ 50 പേരും പരസ്പരം എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു. 50 പേരുടെ ഇടയ്ക്ക് താസാം കലിരഭൂ, കലിയുണ്ടായി. ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെയൊക്കെ നന്നാക്കിയെടുക്കാം, എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന 2 വഴിയും കൂടി സൗഭരിയുടെ കഥയിൽ കാണിച്ചു. എങ്ങനെ ശാന്തമായി തപസ് ചെയ്യാമായിരുന്നു, വിഷയാസക്തിയിൽ അകപ്പെടാതെ എങ്ങനെ ജീവിക്കാമെന്ന് അദ്ദേഹം ഗംഗയുടെ അകത്ത് പോയി തപസ് ചെയ്ത് കാണിച്ചു കൊടുത്താണ്. പക്ഷേ അവിടെയും ഒരു കാഴ്ച അദ്ദേഹത്തെ ചെയ്തു. വിഷയാസക്തി, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് കാഴ്ചകളിലും കേൾവികളിലും മണത്തിലും അന്തർഭവിക്കുന്ന നമ്മൾ എന്തുമാത്രം വിഷയാസക്തരായി ഭവിക്കാൻ പോകുന്നു എന്ന് ഈ ഒരു ചെറിയ കഥ കൂടി ഉദാഹരിക്കാം. സന്ദർഭം വരുമ്പോഴൊക്കെ ചില രാജാക്കന്മാർ മഹനീയമായ കഥകൾ ശരിക്കും ബാക്കി വിട്ടുക. ഭാഗവത സന്ദർഭത്തിന് ആവശ്യമായത് മാത്രം എടുക്കൂ, ബാക്കി വിട്ടുകൾ. ബാക്കി കഥ പറയില്ല. മഹാഭാരതത്തിലുള്ള ആ കഥയില്ല. അതിൽ നിന്ന് വേണ്ട ഭാഗം സോഭരിയുടെ കഥ കൊണ്ടായിരുന്നു. ഈ കഥ നമ്മൾ കാളിയമർദ്ദനം എന്ന കഥ പഠിക്കുമ്പോൾ അവിടെ ഈ ഉപാഖ്യാനം അവിടെ പറയുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ താസാം കലരഭൂത് ഭൂയാം തദത്തെ അപൂഹ്യ സൗഹൃദം. സൗഹൃദത്തെ ഊഹിച്ചെടുത്ത രാജാവ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ഓരോരുത്തർ ഊഹിച്ചെടുത്തു. എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം, എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം. മമാനുരൂപോയം, എനിക്ക് അനുരൂപനാണ് ഇവൻ. നായൻ വാ, നിങ്ങൾക്കല്ല. ഇതി തദ്ഗതചേതസാം. അങ്ങനെ അതിസുന്ദരനായ ആ മുനിയില് 50 കന്യകമാരുടെ മനസ്സൊന്നു ചേർന്നു. അതുകൊണ്ട് അവർക്ക് അന്യോന്യം എന്തായി? സ്നേഹമില്ലാത്തവരെ അവർ പരസ്പരം കലഹിച്ചു. നോക്കൂ, 50 സഹോദരിമാർ ഒന്നിച്ച് സുഖമായി ജീവിച്ചാണ്. ഈ 50 പേരും തമ്മിൽ ഇപ്പൊ എന്തായി? കലഹായി. എന്താ കാരണം? അതിസുന്ദരനായ മുനിയുടെ മേൽ 50 പേരുടെയും കണ്ണ് ഒരുപോലെ. അതുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞു, ഇദ്ദേഹം എനിക്കാണ് ഇഷ്ടം, ഇദ്ദേഹത്തെ എന്നോടാണ് ഇഷ്ടം, നിനക്കല്ല, നിന്നോടല്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കലഹം ഉണ്ടാവില്ല, വേറെ വഴിയില്ലല്ലോ. താസാം കലിരഭൂത് ഭൂയാം തദർത്ഥേബോഹ്യസൗഹൃദം മമാനുരൂപോ നായം ഇതി പശ്യതചേതസാം. താസാം കലിരഭൂത് ഭൂയാം തദർത്ഥേബോഹ്യസൗഹൃദം മമാനുരൂപോ നായം ഇതി തദ്ഗതചേതസാം. നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്ക് ഉപസംഹരിക്കാം. ഇനി ഒരു 10 ശ്ലോകം ചൊന്നെങ്കിൽ കഥ പൂർത്തിയാവുള്ളൂ. പക്ഷെ നമുക്ക് തൽക്കാലം അനുവദിക്കാത്തത് കൊണ്ട് സമയം 4 കഴിഞ്ഞു. ചായപാന അവസരം ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പം നമുക്ക് ഇത് നിർത്താം. ബാക്കി ശ്ലോകം നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട്? സാറേ, പഞ്ചാശത എന്ന് പറഞ്ഞ 100 അല്ലേ സാറേ? ഏത് പഞ്ചാശത 50 എന്ന് പറഞ്ഞ? പഞ്ചാശത 50 100 10 കൂടി ചേർന്നല്ലേ 50? 100 അല്ല, 5 10 കൂടി ചേർന്നല്ലേ? അങ്ങനെയാണ് പഞ്ചാശത് 50 പേര് വരുന്നത്. സപ്തശതി, സപ്താശത്, പഞ്ചാശത്, ഷഷ്ടി. ഇങ്ങനെ നമ്മൾ എണ്ണം പഠിക്കുമ്പോൾ സംസ്കൃതം പഠിച്ചാൽ നമ്മൾ ഈ വാക്ക് പഠിച്ചാണ് അവിടെ. വിംശതി, ത്രിംശതി, എന്താണ് അതുപോലെ പഞ്ചശതി. പഞ്ചശതി എന്ന് പറയുമ്പോൾ എന്താണ് 5 എണ്ണം കുഴിച്ച് 5 10കൾ കൂടി ചേരുമ്പോൾ 100ന്റെ നേർപകുതിയായിട്ട് വരും. ശതാഭിഷേകം എന്ന് പറയുമ്പോഴോ? ശതാഭിഷേകം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ശതാഭിഷേകം 84 സൂര്യൻ 84 ചന്ദ്രനെ കാണുക എന്നുള്ള സങ്കല്പത്തിൽ പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുത്താണ്. അത് ഈ ചാന്ദ്രമാസം അനുസരിച്ച് വരൂ. മാസം 27 ദിവസം വെച്ചാണെങ്കിൽ അത് വരുള്ളൂ. ചാന്ദ്രമാസത്തിനെ കണക്ക് കൂട്ടിയെടുത്തെങ്കിലേ ഈ 84 സൂര്യനെ 84 വയസ്സിന് ചന്ദ്രനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. 30, 31 പറ്റില്ല. 2 തരത്തിലാണ് മാസത്തിന് കണക്ക്, ചാന്ദ്രവും സൗരവും. സൗരമാസം അനുസരിച്ചാണെങ്കിൽ 30, 29, 30, 31. ഇനി ചാന്ദ്രമാസം അനുസരിച്ചാണെങ്കിൽ 27, 22, 29 അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഒരു മാസം 2-3 ദിവസത്തിന് കുറവ് വരും. അങ്ങനെ വെച്ച് കൂട്ടിയെങ്കിലേ 84ാമത്തെ വയസ്സിൽ 1000 ചന്ദ്രന്മാരെ കാണാൻ പറ്റും. അല്ല പറ്റില്ല. അതുകൊണ്ട് ഈ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അതിന്റെ പൂർണ്ണമായ അർത്ഥം. ഇപ്പൊ സഹസ്ര ശിരഷ പുരുഷ എന്നുള്ളത് 1000 ശിരഫാണോ എന്ന് ചോദിച്ചാൽ അല്ല. അനന്തത്തക 1000-ഉം 100-ഉം ഒക്കെ പലപ്പോഴും അനന്തം എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ എണ്ണം പഠിക്കുന്നവരെ അവിടെ എടുക്കാൻ പറ്റില്ല. അത് പലയിടത്തും അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് പഞ്ചാശത് 50. പഞ്ചശതീന്നാണെങ്കിൽ 600 ആകും, അല്ല 500 ആകും. വികാരം വന്നെങ്കിൽ ഇതാകും അല്ലേ? പഞ്ചശതി, പഞ്ചാശത് രണ്ടും രണ്ടാണ്. ഓക്കെ സാറേ. ആട്ടെ. ആർക്കും സംശയമില്ലെങ്കിൽ പ്രശ്നം ചെയ്തു. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.
വേറെ തൃശ്ശൂര് പോയിരുന്നല്ലേ?